ആരു എല്ലാ ദിവസത്തെയും വൈകിട്ട് നമ്മൾ റാൻഡായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും ആരു, ഇതാണ് ആരുസ്. ആരു ഹായ് പറഞ്ഞാരു. ഹായ്. ഇതാണ് ആരു. ഞാനും ആരും കൂടെ ഇപ്പോൾ കാറ്റ് കൊള്ളാനായിട്ട് നമ്മുടെ പുറത്ത് ഇറങ്ങിയിരിക്കുക. ഇവിടെ കായലിൻ്റെ അരികിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കാറ്റുണ്ടാവും. ഗായ്സ്, നമ്മുടെ ആരു ഇവിടെ, ആരുവിന് ആനുവൽ എക്സാം ആയി. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുവാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുക. ഇന്ന് എന്തായിരുന്നു ആരു പരീക്ഷ? മലയാളം. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. പാസ്സാവുക? ആരു എത്രാം ക്ലാസ്സിൽ പഠിക്കണമെന്നറിയോ? ഒന്നാം ക്ലാസ്സിലാട്ടോ ആരു പഠിക്കണേ. ഇതെല്ലാം വലയാണ് ഇരിക്കണത്. മീൻ പിടിക്കാനായിട്ട് കൊണ്ടുപോകണ വലയാണ് ഇതെല്ലാം ഇരിക്കണം. നമ്മുടെ ആരൂസ് വെള്ളത്തിൽ കളി മാറി ഇതിവിടെ കയറി ഇരിപ്പുണ്ട്. ആരു ഹായ് പറഞ്ഞേ. നമ്മുടെ ആരും ഇവിടെ വലേൻ്റെ പുറത്ത് കയറി ഇരിക്കണത്. അപ്പം ഞാനും ആരൂസും കൂടി ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇതാണ് നമ്മുടെ വള്ളം കയറ്റിയിടുന്ന കടവ്. ഇത് നമ്മുടെ വെള്ളം. ഈ വെള്ളം ഇത് അപ്പാപ്പടൊക്കെ വെള്ളം. ഇപ്പം വെള്ളം ഭയങ്കര ഏറ്റാണിത്. കാരണം അവിടെ അപ്പാപ്പടെ കമ്പോലത്തട്ട് കാണാവോ? ആ കമ്പോലത്തട്ടിൻ്റെ ആ തട്ട് ഫുള്ള് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരേ ലെവലായിട്ട് നിൽക്കണേ. ഇപ്പം ഏറ്റമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് വെള്ളം ഇറങ്ങും. ഇവിടെ കുറേ വലയുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ വലയുണ്ട്, അപ്പാപ്പയുടെ വലയുണ്ട്. ഇവരെ രണ്ടുപേരുടെയും കുറേ വലയൊക്കെയാണ് ഇവിടെ കെട്ടി വെച്ചേക്കുക വലക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എളുപ്പത്തിന്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കണം. ഇതൊരു കുഷ്യൻ പോലെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും ഇവിടെ. ആരു വള്ളത്തെ കയറാൻ പോവാണേ. വള്ളം കെട്ടിയിട്ടേക്കുവാണ് ഇപ്പം, അതുകൊണ്ട് കുഴപ്പമില്ല വള്ളത്തെ കയറാനായിട്ട്. അതെ, ആര് ടൈറ്റാനിക്കായി. ജാക്കാണ്, ജാക്ക് അല്ലേ? ജാക്ക്, ഇതെൻ്റെ ജാക്കാണ് ഗൈസ്. ഇരുന്നോ? ഇതിപ്പോൾ പണിക്ക് ഇപ്പം പോണില്ലാത്തത് കൊണ്ടാണ് വെള്ളം കെട്ടിയിട്ടേക്കണേ. പണിക്ക് പോകാൻ എടുക്കാൻ നേരത്ത് കെട്ടഴിക്കും. വൈകുന്നേരം പോകുന്നുണ്ട്, അതാണ് വള്ളത്തിൽ തന്നെ വെച്ചേക്കുന്നത്. ലൈറ്റ് ഭയങ്കര കുറവാണ് ഇവിടെ. നല്ല കാറ്റുണ്ട് ഇവിടെ. കാണാൻ പറ്റണ്ടല്ലോ അല്ലേ? ഇത് ഇവിടെ ഇലയൊക്കെ പറക്കുന്നത്. ഇവിടെയൊക്കെ ഏത് നിമിഷവും തേങ്ങയൊക്കെ വീഴും. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. മിക്കപ്പോഴും വീഴാറുണ്ട് തേങ്ങയൊക്കെ ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ. ഇവിടെ ഒരു കുപ്പി കിടക്കുന്ന കാണാമോ ഗൈസ് നിങ്ങൾക്ക്? ഒരു മുഴുവനും നൊത്തിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഇതിങ്ങനെ ഇട്ടേക്കണ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനെ പിടിച്ച് ഇതിനകത്ത് ഇടുന്നത്. ചെമ്മീനെ കിട്ടുന്നത് ജീവനുള്ള ചെമ്മീനാണെങ്കിൽ നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. അതിനാണ് ആ കുപ്പി അങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കുപ്പികൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കണ കാണാൻ പറ്റുന്നുണ്ടോ? ആ കുപ്പി നമ്മൾ ഒരു പൊങ്ങായിട്ട് കെട്ടി, ആ പൊങ്ങ് കെട്ടിയിട്ടേക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഉപ്പായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഉപ്പ് മാറി കഴിയുമ്പോഴത്തേക്കും പായൽ വരുമ്പോൾ പായൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിയുമ്പോഴത്തേക്കും വെള്ളം ഇറക്കാൻ പറ്റാതെ വരും. അപ്പോൾ വെള്ളം ഇറക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങോട്ട് പായൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞ് കെട്ടിയിട്ടേക്കണതാണ് ആ പൊങ്ങ്. ആരും വെള്ളത്തിൽ ചൂടുണ്ടോ? ആരും വെള്ളത്തിൽ കാലിട്ടോണ്ടിരിക്കണ കാണാവോ? ഈ വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ പുറമേ ഇപ്പം നല്ല ചൂടായിരിക്കും. ചെറിയൊരു ചൂടുണ്ടാവും പുറമേ. പക്ഷെ നമ്മൾ ഇറങ്ങി നിൽക്കാൻ നേരത്ത് അടിയിലേക്ക് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ ചൂടും തണുപ്പും കൂടി മിക്സായിട്ട് ഉള്ളൊരു എന്തായിരിക്കും, അത് നല്ല രസമാണ്. അങ്ങനെ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബീച്ചിൽ പോയി നിൽക്കത്തില്ലേ, എക്സാക്റ്റ് അതേപോലത്തെ കാറ്റാണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റണമല്ലോ അല്ലേ? ഞാൻ ഇങ്ങനെ എത്ര മുടി ഒതുക്കി വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും കാറ്റ് വന്നിട്ട് പറന്നു പോവുകയാണ്.
ബീച്ചിൽ പോകണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ ബീച്ചാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിലപ്പോൾ രാത്രി ഒക്കെ ഇതുപോലെ നല്ല കാറ്റുള്ള ദിവസങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ഒന്നും രാത്രി കാറ്റുണ്ടാവില്ല. വൈകുന്നേരം എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഉച്ച കഴിയുമ്പോൾ മുതൽ നല്ല കാറ്റായിരിക്കും. ആരും ഇതേ വള്ളത്തിൽ നിന്ന് ഇറങ്ങി. ബാ പിടിച്ച് കയറ്റാം. കൈതാ ആ ഈ നിൽക്കണ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ മരമില്ലേ, ഈ കാണുന്ന മരം, ഇതെല്ലാം ഈ നിൽക്കുന്നതെല്ലാം കണ്ടലാണേ. ഈ കണ്ടലിൽ നിന്ന് ഒരു തരം കാ വീഴും. ഞാൻ കാണിച്ചു തരാം കണ്ടലിൻ്റെ കായ എങ്ങനെ ഇരിക്കുമെന്ന്. ഗൈസ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ആരും 2 കണ്ടലിൻ്റെ കാ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടേ. ഞാൻ കാണിച്ചു തരാം. കണ്ടലിൻ്റെ കായം, പഴുത്തലിൻ്റെ കായം. ഈ പച്ച കണ്ടലിൻ്റെ കായയിലുള്ള ആ പൂ കണ്ടോ? കാണിച്ചു ആരും. ഈ പൂ കണ്ടോ? പച്ചക്കണ്ടലിൻ്റെ കായത്തില് അതാണ് കണ്ടലിൻ്റെ പൂവ്. അതിൻ്റെ താഴത്തേക്കുള്ള ഒന്ന് കാണിച്ചേ. അതാണ് കണ്ടലിൻ്റെ കാ. പിന്നെ ഇവിടെ കായലിൻ്റെ ഇടയ്ക്ക് കൂടുതലുള്ള മരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഒന്ന് കണ്ടലാണ്, പിന്നെ തെങ്ങ് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. പിന്നെ വേറൊരു മരമുണ്ട്, അതാണ് പൂവരശം എന്ന് പറയുന്ന മരമുണ്ട്. പിന്നെ വേറെ ഒതളങ്ങ ഇല്ലേ, ഒതളങ്ങ ഉണ്ടാവണ ഒതളം മരമുണ്ട്. പിന്നെ തല്ലിത്തേങ്ങ കിട്ടുന്ന തല്ലി എന്ന് പറയുന്നൊരു മരവും കൂടിയുണ്ട്. ഇത്ര സാധനം നമ്മുടെ ഇവിടെയൊക്കെ നിൽക്കുന്ന മരങ്ങൾ ഇപ്പോൾ ഉള്ളത് കൂടുതലും. ഇതിൽ തെങ്ങും പൂവരശുമൊക്കെ അല്ലാതെയും നമ്മുടെ വീടിൻ്റെയൊക്കെ പറ്റിയുണ്ട്. പക്ഷേ ഈ ഒതളങ്ങ മരവും തല്ലിയും കണ്ടലും കായലിറമ്പി മാത്രമേ ഉള്ളൂ. വീടിന് അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. കിടക്കുന്ന കാകൾ കണ്ട, ഈ കായെല്ലാമാണ് തല്ലി തേങ്ങ എന്ന് ഞാൻ പറഞ്ഞ. വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, പുന്നക്കായ എന്ന് പറയും. പുന്നക്കായ ഈ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ കായലിറമ്പിലാണ് കൂടുതലായിട്ടുള്ളത്. കായലിലെ ഇറമ്പിൽ തോടിൻ്റെ വക്കത്ത് അവിടെയൊക്കെ പുന്നമരമുണ്ട്. പുന്നമരത്തിൽ നിന്ന് വീണ കായാണ് പുന്നക്ക. അതും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആരും ദേ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അടുത്ത കണ്ടലിൻ്റെ കായ എടുക്കാൻ പോവാണേ. കിട്ടി ആരും? കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. അടുത്ത കണ്ടലിൻ്റെ കാ കിട്ടിയിട്ടുണ്ട്. ആരും ഇങ്ങനെ കൊണ്ടുപോവാ. ഞങ്ങള് 2 പേരും ഇപ്പൊ വെള്ളത്തിലിറങ്ങി നിൽക്കുവാണ്. ആരും മറ്റേ ജലദേവതയുടെ കഥയില് കോടാലി എടുക്കും പോലെയാണ് വെള്ളത്തിൽ പൊങ്ങിയിട്ട് കണ്ടലിൻ്റെ കാ വറക്കണത് അല്ലേ. എന്നിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിക്കുന്നേ, 1 കാ കിട്ടി, 2 കാ കിട്ടി, ഇതാണോ കണ്ടലിൻ്റെ കാ, ഇതാണോ കണ്ടലിൻ്റെ കായ എന്ന് ചോദിച്ചിട്ട്. നല്ല രസമുണ്ട് കേസേ. ഞാനും കാല് വെള്ളത്തിട്ടിട്ട് ഇവിടെ ഇരിക്കുവാണിപ്പോൾ. തിര വന്നടിക്കുമ്പോഴത്തേക്കും കാല് പോണ പോക്ക് നോക്കിയേ. ആരോ വെള്ളത്തിൽ നിൽക്കണ കായൊക്കെ പെറുക്കി എടുത്തോണ്ടിരിക്കുവാണേ കണ്ടലിൻ്റെ. കിട്ടിയോ ആരോ? ഒരുപാട് പോകണ്ട. ഞങ്ങളങ്ങനെ കായലി കളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങാനിരിക്കണം. അപ്പം കാലൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചൊറിയാൻ തുടങ്ങും. ഉപ്പുവെള്ളത്തിലാണ് ഇറങ്ങിയേക്കണത്. അതുകൊണ്ട് ഈ പറമ്പാണ് ഞങ്ങളുടെ മിനി ബീച്ച്, മിനി പാർക്ക്. ഇപ്പം ഇന്നലെ മഴ പെയ്ത് ആകെ ചവറൊക്കെയായി അലമ്പായി കിടക്കുകയാണ് ഇവിടെ. ഞങ്ങളൊന്ന് എല്ലാ വട്ടവും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇരിക്കണ സ്ഥലം കേട്ടോ ഇവിടെ. ഇതൊരു ഊഞ്ഞാലാണ്. ഇവിടെ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ വൈകിട്ട് ഇടിയാണ് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. പിള്ളേർ സെറ്റ് മാത്രമല്ല, ഞങ്ങൾ വലിയ പിള്ളേർ ഉൾപ്പെടെ വന്നിട്ട് എല്ലാവരും വന്ന് വൈകിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കും, ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യും. ഇവിടെ എപ്പോഴും നല്ല കാറ്റുണ്ടാവണതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കണം. വെള്ളത്തിൽ കളിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഊഞ്ഞാലാടുവാണേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി ഞാനും ആരും കൂടി പോയി എന്താ ചെയ്യാൻ പോണേ, ഇനി ഊഞ്ഞാലാടട്ടെ. ഞങ്ങൾ ഇനി നാളെ കാണാം. ഒരു ബൈ പറഞ്ഞ്. ബൈ ബൈ.